empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഴയ നിയമത്തിലെ റൂത്തിന്റെ പുസ്തകത്തിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ സർവശക്തനായ കർത്താവിന്റെ പരിപാലനയുടെ വഴികളെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാണ് റൂത്തിന്റെ പുസ്തകം. നമ്മൾ കണ്ടു, റൂത്തും നവോമിയും അവരുടെ ജീവിതത്തിലൂടെ വലിയ കഷ്ടങ്ങളിൽ കടന്നു പോവുകയായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ ഏൽക്കാവുന്ന ഏറ്റവും വലിയ ദുഃഖത്തിലൂടെ അവർ കടന്നുപോയി. എന്നാൽ ആ ഒരു പ്രതിസന്ധിയുടെ സമയത്തും ആ ഒരു ദുഃഖത്തിന്റെ തീവ്രതയിലും അവർ കർത്താവിനെ വിട്ടുപിരിഞ്ഞില്ല. അവരുടെ സങ്കടങ്ങളും നിരാശയും എല്ലാം അവർ ഏറ്റു പറഞ്ഞെങ്കിലും അവർ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവർ തങ്ങളുടെ വിശ്വാസ യാത്രയിൽ മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് നമ്മൾ കണ്ടു, റൂത്ത് തന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു തീരുമാനമെടുക്കുന്നത്. ശരിയായ തീരുമാനങ്ങളുടെ പ്രാധാന്യം എന്തെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. താൻ എടുത്ത തീരുമാനത്തിൽ വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു തീരുമാനമാണെങ്കിലും അതിൽ വളരെ ഉറച്ചു നിൽക്കുന്ന റൂത്തിനെയാ കർത്താവ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. നമ്മുടെ ജീവിതങ്ങളിലെ തീരുമാനങ്ങളിൽ ഉണ്ടാകേണ്ട ആ ഒരു ഉറപ്പിനെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയായിരുന്നു. സങ്കീർത്തകനായ ദാവീദ് 25-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. രാജാവായ ദാവീദ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. അങ്ങയുടെ സത്യം, കർത്താവിന്റെ മുൻപിൽ സത്യമായത് എന്തെന്നുള്ള ബോധ്യം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സത്യത്തിന്റെ വഴിയെ നടക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏത് നിമിഷത്തിലും കർത്താവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ, കർത്താവ് പറയുന്ന സത്യത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃപ, ആ ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. റൂത്ത് തന്റെ ജീവിതത്തിൽ തെരഞ്ഞെടുത്തതുപോലെ കർത്താവ് ആഗ്രഹിക്കുന്ന വഴി തെരഞ്ഞെടുക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ നയിക്കുവാനായി കർത്താവിന്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വഴിയെ ഞങ്ങളെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ നയിക്കുനാഥാ, അങ്ങേ നീർച്ചാലു തന്നിലായി ഈശോയേ, ഞങ്ങളെ നയിക്കണമേ. എന്നിൽ വസിക്കുനാഥാ, അങ്ങേ ശാന്തിയിൽ ജീവിക്കുവാൻ. ആമേൻ. ഈശോയേ, എന്നെ നയിക്കുനാഥാ, അങ്ങേ നീർച്ചാലു തന്നിലായി. ഹല്ലേലൂയ. എന്നിൽ വസിക്കുനാഥാ, അങ്ങേ ശാന്തിയിൽ ജീവിക്കുവാൻ. നല്ലവനാമെൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. പറയുന്നു കർത്താവേ, നല്ലവനാമെൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിയായ തെരഞ്ഞെടുപ്പുകൾ എടുത്ത് അങ്ങയുടെ മുൻപിൽ നന്നായി ജീവിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ അനുദിനം നയിക്കണമേ എന്ന് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ മുൻപിൽ നന്നായി ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. അമ്മയെ പോലെ നാഥൻ എന്നെ മാറോട് ചേർത്തിടുന്നു. ആനന്ദം എന്നുള്ളിലായി നിത്യം തുള്ളി തുളുമ്പിടുന്നു. അമ്മയെ പോലെ നാഥൻ എന്നെ മാറോട് ചേർത്തിടുമ്പോ ആനന്ദം എന്നുള്ളിലായി നിത്യം തുള്ളി തുളുമ്പിടുന്നു. നല്ലവനാമെൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. നല്ലവനാമെൻ ദൈവമേ, നിൻ മുൻപിൽ നന്നായി ജീവിക്കും ഞാൻ. പറയുകയാണ് കർത്താവേ, നല്ലവനാമെൻ ദൈവമേ,
നന്നായി ജീവിക്കും ഞാൻ, നന്നായി ജീവിക്കും ഞാൻ, നന്നായി ജീവിക്കും ഞാൻ. അങ്ങയുടെ മുൻപിൽ നന്നായി ജീവിക്കുവാനുള്ള ഒരു അഭിഷേകത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ അനുനിമിഷം കൈപിടിച്ച് നടത്തുന്നതിനെ ഓർത്ത് കർത്താവേ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ മാതാവേ, കർത്താവ് നയിച്ച വഴിയെ യാതൊരു ചോദ്യവും കൂടാതെ പൂർണ്ണമായിട്ടും അനുസരിച്ച് വിധേയപ്പെട്ട് മുന്നോട്ട് പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു അഭിഷേകം ഞങ്ങൾക്കും ലഭിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥത്തിന്റെ കരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നീട്ടിത്തരണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബം ഈശോ നയിക്കുന്ന കുടുംബമായി തീരുവാനായി യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ റൂത്തിന്റെ പുസ്തകത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ആഹ്വാനങ്ങളെ പഠിക്കുകയായിരുന്നു. നമ്മൾ കണ്ടു റൂത്ത് എത്രമാത്രം വലിയ കഷ്ടപ്പാടുകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. ആ കഷ്ടപ്പാടുകൾക്കൊക്കെ അതീതമായി അവൾ ഒരു ഉറച്ച തീരുമാനമെടുക്കുകയായിരുന്നു. തന്റെ അമ്മായി അമ്മയോട് ചേർന്ന് അമ്മായി അമ്മയുടെ ദൈവത്തെ സ്വന്തം ദൈവമായി സ്വീകരിച്ച്, അമ്മായി അമ്മയുടെ ബന്ധുക്കളെ സ്വന്തം ബന്ധുക്കളായി സ്വീകരിച്ച്, അങ്ങനെ അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് റൂത്തും നവോമിയും തമ്മിലുള്ള ബന്ധത്തിലൂടെ കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. നവോമി എന്ന അമ്മയും ആ അമ്മയുടെ മകന്റെ ഭാര്യയായ റൂത്തും, ഈ രണ്ട് വ്യക്തികളിലൂടെ റൂത്തിന്റെ പുസ്തകത്തിൽ കർത്താവ് ഒത്തിരിയേറെ ആത്മീയ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ സംഭവിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ആയിരിക്കുക. നമ്മൾ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ചുറ്റുമുള്ള കുടുംബങ്ങളിലാണെങ്കിലും ശ്രദ്ധിച്ചാൽ അറിയാം, ഒത്തിരിയേറെ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ കുടുംബ ബന്ധങ്ങൾ നേരിടേണ്ടതായി വരുന്ന ഒരു സമയത്താണ് നാം ആയിരിക്കുക. ഇവിടെ റൂത്തും നവോമിയും തമ്മിലുള്ള ബന്ധം എത്ര ഊഷ്മളകരമാണെന്ന് പരിശുദ്ധ വചനം നമുക്ക് മുൻപിൽ കാണിച്ചു തരികയാണ്. നമുക്ക് റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൽ 16-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും. വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എന്റെ ദൈവവുമായിരിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, എത്ര വലിയ തീരുമാനമാണ് ഇവിടെ റൂത്ത് എടുക്കുന്നത്. ആ പുതിയ ദേശത്ത് ഒത്തിരിയേറെ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ അവൾ നേരിടേണ്ടതായി വരും. ഒരാളെയും അവിടെ അവൾക്ക് പരിചയമില്ല. അവിടുത്തെ സംസ്കാരമോ രീതികളോ ഒന്നും അവൾക്കറിയില്ല. മൊവാബിയായ റൂത്തിനെ സംബന്ധിച്ചിടത്തോളം ബെത്ലഹേം നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ആണ്. കാരണം ഇസ്രായേൽക്കാർ മൊവാബിനെ കാണുന്നത് ശത്രുക്കളായിട്ടാണ്. അവർ അത്ര രമ്യതയുള്ളവരായിരുന്നില്ല. അങ്ങനെ ഒരു ദേശത്തേക്ക് റൂത്ത് പോകാൻ നിശ്ചയിക്കുന്നതിന്റെ ഏക കാരണം എന്തായിരുന്നു? നമ്മൾ വായിച്ച വചനത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ അവൾക്ക് സാധിക്കുകയില്ല. കർത്താവ് തനിക്ക് നൽകിയ അമ്മയെ പൂർണ്ണമായും പരിപൂർണമായും എല്ലാ കുറവുകളോടും കൂടി സ്നേഹിക്കുന്ന ഒരു മരുമകളെയാ നമ്മൾ അവിടെ കാണുന്നത്. റൂത്തിലൂടെ ഇന്ന് നാം ഓരോരുത്തരോടും കർത്താവ് സംസാരിക്കുന്നുണ്ട്. റൂത്തിനെ നമ്മൾ പഠിക്കുമ്പോൾ മറ്റുള്ളവരെ വിധിക്കാനോ കേട്ടറിഞ്ഞവരെ കുറ്റം പറയുവാനോ അല്ല. നാം നമ്മെ തന്നെ പരിശോധിക്കുക, നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക, നമ്മുടെ ബന്ധങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. കർത്താവ് റൂത്തിന്റെ പുസ്തകത്തിലൂടെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വലിയൊരു ഐക്യം വളർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ഇവിടെ അമ്മയുടെ ദൈവത്തെ സ്വന്തം ദൈവമായി സ്വീകരിച്ചുകൊണ്ട്, അമ്മയുടെ ബന്ധുക്കളെ സ്വന്തം ബന്ധുക്കളായി സ്വീകരിച്ചുകൊണ്ട്, അമ്മയുടേതായതെല്ലാം സ്വന്തമായി സ്വീകരിച്ചു വരുന്ന ഒരു മരുമകളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തീർച്ചയായും മനുഷ്യരാവുമ്പോൾ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും. റൂത്തിലും കുറവുകൾ ഉണ്ടാകും, നവോമിയിലും ഉണ്ടാകും. എന്നാൽ അവർ ഇരുവരും പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന, ശക്തിയോടെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മരുമകളായ റൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമായ ഒരു തീരുമാനം അവൾ എടുക്കുന്നത് സ്വന്തം വീട്ടുകാരെ, സ്വന്തം ബന്ധുജനങ്ങളെ, ഇതുവരെ താൻ പരിചയിച്ചിരുന്നതെല്ലാം ഉപേക്ഷിച്ച് അമ്മായിയമ്മയോട് ചേർന്ന് അവൾ മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് അത് എത്രമാത്രം വിജയിച്ചുവെന്ന് റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബോവാസ് പറഞ്ഞു, ബോവാസ് പറയുകയാണ്, ഭർത്താവിന്റെ മരണത്തിനു ശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം. ബേത്ലഹേംകാരനായിരുന്ന ബോവാസ് ഇത് ഏറ്റു പറയുമ്പോൾ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ നാട്ടിൽ റൂത്തിന്റെ തീരുമാനത്തിനുണ്ടായ ഒരു ഇമ്പാക്ട് എന്തായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കിയേ. പരസ്പരം ശത്രുക്കളായിരുന്ന മൊവാബ്യരും ഇസ്രായേലരും, അവരുടെ ഇടയിലാണ് ഇത് നടക്കുന്നത്. മൊവാബിയായ റൂത്തിനെ കുറിച്ച് ആ നാട്ടിൽ വലിയ മതിപ്പുണ്ടാവുകയാണ്. അവൾ എടുത്ത ആ സ്റ്റെപ്പ്, കർത്താവിന് വേണ്ടി കർത്താവിനോട് ചേർന്ന് നിന്ന് അമ്മായിയമ്മയോട് ഒപ്പം നിൽക്കാനുള്ള അവളുടെ ആ തീരുമാനം എത്രമാത്രം ബഹുമാനത്തോടെയാണ് ബെത്ലഹേംകാർ ഓരോരുത്തരും അവളെ കണ്ടിരുന്നത്. ബെത്ലഹേംകാരനായ ബോവാസ് ഏറ്റുപറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവളുടെ ഓരോ തീരുമാനത്തെയും ശരിവെച്ചുകൊണ്ട് അവൾക്കൊക്കെ ഒരു മാതൃകയായി റൂത്ത് അവിടെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ ബൈബിളിൽ തന്നെ തോബിത്തിന്റെ പുസ്തകവും ഇതുപോലെ കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. തോബിത്തിന്റെ പുസ്തകത്തിൽ ഒരു വിവാഹം നടക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. തോബിത്തിന്റെ മകനായ തോബിയാസ് വിവാഹിതനാവുകയാണ്. റഘുവേലിന്റെ മകളായ സാറായെയാണ് തോബിയാസ് വിവാഹം ചെയ്യുന്നത്. വിവാഹശേഷം അപ്പനായ റഘുവേൽ തന്റെ മകളായ സാറായ്ക്ക് നൽകുന്ന വലിയൊരു ഉപദേശമുണ്ട്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട, പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉപദേശമാണത്. കല്യാണം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന മകളോട് അപ്പൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തോബിത്തിന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം. അവൻ പുത്രിയോട് പറഞ്ഞു, റഘുവേൽ പുത്രിയായ സാറയോട് പറയുകയാണ്, നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലതു മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. അവൻ അവളെ ചുംബിച്ചു. അപ്പൻ മകളെ ചുംബിച്ച് യാത്രയാക്കുകയാണ്. എന്നാൽ ഈ അപ്പൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ അകന്നു പോയ ഒരു കാര്യമാണ് റഘുവേൽ ഇവിടെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഭർത്താവിന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി കാണുവാനുള്ള ആ ഒരു കൃപ, അതാണ് റഘുവേൽ ഇവിടെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എത്രയോ വലിയ കാര്യമാണത്. ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളുടെ മൂല കാരണവും ഇത് തന്നെയാണെന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാനോ ഒന്നുമല്ല ഇത് പറയുന്നത്. സ്വയം നമ്മൾ ചിന്തിക്കുക, റഘുവേൽ പറഞ്ഞു കൊടുത്ത ഈ കാര്യം എന്റെ ജീവിതത്തിൽ അത് നിറവേറിയിട്ടുണ്ടോ? അത് നിറവേറ്റാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? കർത്താവ് വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന ഓരോരുത്തരോടും പറയുന്ന ഒരു കാര്യമാണിത്. അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നിറവേറുമ്പോൾ മാത്രമേ അവിടെ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ അത് മുന്നോട്ട് പോവുകയുള്ളൂ. നമുക്ക് റൂത്തിലേക്ക് തന്നെ മടങ്ങി വരാം. അങ്ങനെ റൂത്ത് തിരിച്ച് നവോമിയുടെ ദേശത്തേക്ക് വരികയാണ്, ബെത്ലഹേമിലേക്ക് വരികയാണ്. അവിടെ അവൾ അമ്മയോട് ചേർന്ന് ജീവിക്കുന്നു. കർത്താവ് അവളുടെ ജീവിതത്തിൽ മറ്റൊരു ഭർത്താവിനെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊരു കുഞ്ഞുണ്ടാകുന്ന ആ ഒരു സമയം, കുഞ്ഞിന് ഓബദ് എന്ന് പേരിടുകയാണ്. ആ ഒരു സമയത്ത്
നാട്ടുകാരെല്ലാവരും കൂടി വന്ന് നവോമിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. റൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അവിടെ 15-ാം വാക്യത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിന്നെ സ്നേഹിക്കുന്നവളും, നാട്ടുകാരെല്ലാവരും കൂടി നവോമിയോട് പറയുകയാണ്, നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ, 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത്. ഓബദിനെ കൈകളിൽ ഏന്തി നിൽക്കുന്ന നവോമിയോട് ചുറ്റും കൂടിയ നാട്ടുകാർ പറയുന്ന വാക്കുകളാണിത്. അവർക്ക് പൂർണ്ണ ബോധ്യമാണ് നവോമിയെ മരുമകളായ റൂത്ത് നന്നായി സ്നേഹിക്കുന്നുണ്ടെന്ന്. 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളായിട്ടാണ് റൂത്ത് എന്ന മരുമകളെ നാട്ടുകാർ കാണുന്നത്. നവോമിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ അനുഗ്രഹമാണത്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ബന്ധത്തെയാ കർത്താവ് നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത്. അവിടെയും തീർന്നില്ല. റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അമ്മയായ നവോമി പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാമെന്ന് അവൾ പറഞ്ഞു. റൂത്ത് പറയുകയാണ്. അമ്മ പറയുന്നത് അനുസരിച്ച് മുന്നേറുന്ന ഒരു മരുമകളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തീർത്തും ലോയലായി നിൽക്കുന്ന ഒരു മരുമകൾ, അമ്മയോട് പരിപൂർണ അനുസരണമുള്ള ഒരു മരുമകൾ, അമ്മയെ സ്നേഹിക്കുന്ന 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളായ ഒരു മരുമകൾ. ആ ഒരു വലിയ ബന്ധത്തെ കർത്താവ് നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുകയാണ്. എന്തിനാണ് കർത്താവ് ഇവരെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്? പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ കണ്ട വചനമാണ്. ഇത് നിങ്ങൾക്ക് ഒരു പാഠമാകേണ്ടതിനാണ്. ഈ പാഠം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് വിശ്വാസയാത്രയിൽ മുന്നേറേണ്ടതിനായിട്ടാണ് ഈ ഒരു നവോമിയുടെയും റൂത്തിന്റെയും ബന്ധത്തെക്കുറിച്ച് ഇത്രയധികം ഡീപ്പായി കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. വീണ്ടും തോബിത്തിന്റെ പുസ്തകത്തിലും നമ്മൾ കണ്ടു, മരുമകളും അമ്മായി അമ്മയും തമ്മിലുള്ള ബന്ധത്തെ എത്രമാത്രം വിലപ്പെട്ടതായിട്ടാണ്, എത്രമാത്രം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടാണ് പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നതെന്ന്. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നൽകുന്ന ഈ ഒരു ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമുക്ക് പരിശോധിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയാണോ അതെല്ലാം മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. പ്രത്യേകിച്ച് മരുമക്കളും അമ്മായി അമ്മമാരും തമ്മിലുള്ള ബന്ധം ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം, ഇന്ന് ഒത്തിരിയേറെ കുടുംബങ്ങളിൽ പ്രശ്നമായി നിൽക്കുന്ന ഒരു മേഖലയാണത്. കർത്താവ് എത്രമാത്രം ഭംഗിയായി പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് റൂത്തിനെയും നവോമിയെയും നമുക്ക് മുൻപിൽ റോൾ മോഡലുകളായി നിർത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു അഭിഷേകത്തിലേക്ക് ഉയർന്നു വരാം. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി നമുക്ക് ശ്രമിക്കാം. പ്രാർത്ഥിച്ച് ആ ഒരു കൃപ നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന മധുരമുള്ള മാധുര്യമേറിയ കുടുംബങ്ങളായി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മാറുവാനായി നമുക്ക് ആത്മാർത്ഥമായി ഐക്യത്തോടെ കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒപ്പം തന്നെ റൂത്തിനെയും നവോമിയെയും ഒക്കെ നമുക്ക് വരച്ച് കാണിച്ച് നമ്മുടെ കർത്താവിന്റെ അനന്ത ജ്ഞാനത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിന്റെ മുൻപിൽ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്കായിരിക്കാം. നമുക്ക് എവിടെ ആയിരുന്നാലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ മേൽ അങ്ങയുടെ കരം നീട്ടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങേക്ക് ചേർന്ന വിധത്തിൽ ഓരോ കുടുംബ ബന്ധങ്ങളും നവീകരിക്കപ്പെടട്ടെ എന്നപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങേക്ക് സന്തോഷം നൽകുന്ന കുടുംബ ബന്ധങ്ങളായി ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മാറട്ടെ എന്നപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരുന്ന കൂട്ടായ്മ തങ്ങളിൽ പങ്കുവയ്ക്കുന്ന കുടുംബമാകാം. ലോകർക്ക് സാന്ത്വനമേകുവാൻ ഭൂമിയിൽ സ്വർഗം ചമയ്ക്കും കുടുംബമാകാം. ഇമ്പം പകരുന്ന കൂട്ടായ്മ തങ്ങളിൽ പങ്കുവയ്ക്കുന്ന കുടുംബമാകാം. ലോകർക്ക് സാന്ത്വനമേകുവാൻ ഭൂമിയിൽ സ്വർഗം ചമയ്ക്കും കുടുംബമാകാം. ഈശോയെ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങേക്ക് ചേർന്ന
നവീകരിക്കണമേ. നിത്യം നവ്യമാക്കിയിടുന്ന വിശ്വാസയാത്രയിൽ മുന്നേറിടാൻ ഹല്ലേലൂയ. പകരുന്ന കൂട്ടായ്മ പങ്കുവയ്ക്കുന്ന കുടുംബമാകാം. ലോകർക്ക് സാന്ത്വനം ഏകുവാൻ ഭൂമിയിൽ സ്വർഗം ചമയ്ക്കും കുടുംബമാകാം. സ്വർഗം ചമയ്ക്കും കുടുംബമാകാം. ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു കൃപ, കുടുംബ ബന്ധങ്ങളിലുള്ള ഒരു അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റൂത്തിലൂടെയും നവോമിയിലൂടെയും അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു ബന്ധത്തിന്റെ ഊഷ്മളതയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളും കടന്നു വരുവാൻ ഇടയാകട്ടെ എന്നപ്പാ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ വചനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചതുപോലെ, റൂത്തിൽ നിന്നും നവോമിയിൽ നിന്നും നമ്മൾ പഠിച്ചതുപോലെ, കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഉയർത്തുവാനായി നമുക്ക് പരിശ്രമിക്കാം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല, എങ്കിലും കർത്താവിന്റെ കൃപയുള്ളിടത്ത് ഒന്നും അസാധ്യമല്ല. കർത്താവിനോട് ചേർന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമുക്ക് പണിതുയർത്താം. വീണ്ടും അടുത്ത ആഴ്ച റൂത്തിലൂടെ തന്നെ കർത്താവ് നൽകുന്ന മറ്റൊരു ആഹ്വാനവുമായി നമുക്ക് ഒരുമിച്ച് വരാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.